വളരെ രസകരമായൊരു ചോദ്യമാണ്. വാൽമീകി രാമായണത്തിൽ മുസ്ലിമിന് എന്ത് കാര്യം? ഇതൊരു നല്ല രസകരമായ ചോദ്യമാണ്. എന്നാൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് സാധാരണ വാൽമീകി രാമായണം വായിക്കുകയോ അല്ലെങ്കിൽ അതിൽ ആകൃഷ്ടയാകുകയോ ചെയ്തിട്ടുള്ള ഒരു മുസ്ലിമിനെ കുറിച്ചല്ല. ഞാൻ അവരുടെ ജാതി പറഞ്ഞതുമല്ല, ഒരു കൗതുകത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ്. അതായത് വാൽമീകി രാമായണം ഇപ്പോൾ രാമായണ മാസമാണ്. തീർച്ചയായിട്ടും രാമായണത്തെക്കുറിച്ച് നമുക്ക് നന്നായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു എല്ലാവരും പഠിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന മാസമാണ്. അപ്പോൾ വാൽമീകി രാമായണത്തിൽ പറയുന്ന മൃതസഞ്ജീവനിയെക്കുറിച്ച് ചാലക്കുടി നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസിലെ റിസർച്ച് ഗൈഡ് ഡോക്ടർ റസ്ല മോളും അഗ്രികൾച്ചർ എഞ്ചിനീയറായിട്ടുള്ള ദിനേശ് പപ്പനും കൂടി ഒരു പുതിയ ചെടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് മൃതസഞ്ജീവനിയാണ് എന്നാണ് അവരുടെ അവകാശവാദം. വെറും ഒരു അവകാശവാദമല്ല, അത് റിസർച്ചിലൂടെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. 2 വർഷം തുടർച്ചയായി നിന്ന ഗവേഷണത്തിലൂടെയാണ് കണ്ടുപിടിച്ചത്. മാത്രമല്ല അവർ അത് ഡിസ്കവേർഡ് ഫ്രം എപ്പിക് ടു എവിഡൻസ് എന്ന പുസ്തകം ആമസോൺ വഴി അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പുസ്തകമാക്കി കഴിഞ്ഞു. ഇന്ത്യയിലും അത് പുസ്തകമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ 2 പേരും ഇതിനകത്ത് ദിനേശ് പപ്പനും ഈ പറഞ്ഞ ഡോക്ടർ റസ്ല മോളും കൂടിയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ഡോക്ടർ റസ്ല മോളിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് നമ്മൾ എൻ്റെ സംഭാഷണത്തെ തുടർന്ന് ഇടുന്നുണ്ട്. എന്തായാലും മൃതസഞ്ജീവനിയെക്കുറിച്ച് അവർ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഡോക്ടർ റസ്ല മോൾ, വർക്ക് ചെയ്യുന്നത് നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസിലെ റിസർച്ച് ഹെഡായിട്ടാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു ചെടിയെ കുറിച്ചിട്ടാണ്. മൃതസഞ്ജീവനി എന്ന് പറയുന്ന ചെടിയെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് നമ്മുടെ ഇതിഹാസമായ രാമായണത്തിലൂടെയാണ്. രാമായണത്തിനകത്ത് സുഷേനൻ എന്ന് പറയുന്ന ഒരു വൈദ്യർ നമ്മുടെ ഹനുമാനോട് പറയുന്നതാണ് ഇന്ന ഒരു മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു മരുന്ന് എടുത്തിട്ട് വരാനായിട്ട്. അപ്പോൾ ഈ മൃതസഞ്ജീവനി എന്ന് പറയപ്പെടുന്ന മരുന്ന് അത് എന്താണ് എന്നുള്ളത് എന്നെ പോലെ തന്നെ ഈ ഒരു ഇത് വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും, അതായത് നമ്മുടെ വാൽമീകി രാമായണം വായിച്ചിട്ടുള്ള ഏതൊരാളുടെ മനസ്സിലും എന്താണ് മൃതസഞ്ജീവനി എന്നൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ മൃതസഞ്ജീവനി ശരിക്കും നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമരത്വം ലഭിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഇതിനു മുമ്പും എനിക്ക് ഒരു അനുഭവമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വാൽമീകി രാമായണം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ വാൽമീകം എന്ന് പറയുമ്പോഴത്തിന് അത് ചിതൽപുറ്റ്. അപ്പോ ചിതൽപുറ്റിനകത്ത് ഒരാൾ എങ്ങനെ ഇരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ ഒരു വാൽമീകി മഹർഷിക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യന് മനസ്സിൽ വന്നത് കാരണം അതിനെ തുടർന്ന് അതിന്റെ ചില പരീക്ഷണങ്ങളും കാര്യങ്ങളും ചെയ്തു നോക്കിയതനുസരിച്ചിട്ട് ഈ പറയുന്ന ചിതൽപുറ്റിന് വളരെ നല്ല മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞു. ഒന്ന്, ഞാൻ ഈ പറയുന്ന ഒരു പ്രൊഫഷനാണ് ചൂസ് ചെയ്തിരുന്നത്, ഫാർമസ്യൂട്ടിക്സ്. നമ്മുടെ ഫാർമസിയിൽ തന്നെ പുതിയ മരുന്നുകൾ ഉണ്ടാക്കുന്നതും കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള. അങ്ങനെ ആ ഇതിനെ തുടർന്ന് ഈ പറഞ്ഞ വാൽമീകി അല്ലെങ്കിൽ വാൽമീകം എന്ന് പറയുന്ന ഈ ഒരു ചിതൽപുറ്റ് സെലക്ട് ചെയ്ത് അതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളും നടത്തി അതിന് മെഡിസിനൽ ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളത് കണ്ടെത്തപ്പെടുകയും അതിൽ പാറ്റന്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് വീണ്ടും ഇതുപോലെ പല ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ നമ്മൾ മുമ്പ് വായിച്ച ഇതിഹാസങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. അപ്പൊ മൃതസഞ്ജീവനി എന്ത് എന്നുള്ളത് പിന്നെ ഈ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് എന്റെ കൂടെ തന്നെ അഗ്രോ എഞ്ചിനീയർ ആയിട്ടുള്ള ദിനേശ് പപ്പൻ എന്ന സാറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ സഞ്ജീവനി എന്ന് പറയുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണോ, എത്ര പ്ലാന്റ്സ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലോട്ട് വന്ന ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ ബേസിസിൽ നമ്മൾ വാൽമീകി രാമായണം ഒരു റെഫറൻസ് ആയി കണ്ട് അതിനകത്ത് പറയുന്ന ഈ പ്ലാന്റിന് വരുന്ന എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് മെയിനായിട്ട് വരുന്നത്, എന്തായിരുന്നു സുഷേനൻ ഹനുമാനോട് പറഞ്ഞ് ഈ ഒരു മൃതസഞ്ജീവനി കണ്ടെത്താൻ പറഞ്ഞു കൊടുത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എന്താണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്,
അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സിൽ ഒന്നെന്ന് പറയുന്നത് ഇത് കാണുന്നത് ദ്രോണഗിരി പർവ്വതമാണ് സെലക്ട് ചെയ്യാൻ പറയുന്നത്. അതായത് ദ്രോണഗിരി പർവ്വതത്തിനെ നമ്മൾ എടുക്കുമ്പോഴത്തേന് അവിടെ ഹൈ ആറ്റിറ്റ്യൂഡുള്ള ഒരു റീജിയൻ ആണ്. അപ്പൊ ഈ പറയുന്ന ഒരു പ്ലാന്റിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹൈ ആറ്റിറ്റ്യൂഡിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെ എത്ര പ്ലാന്റുകളെ ഈ ഒരു കാറ്റഗറിയിൽ സഞ്ജീവനി എന്ന് പേരുള്ള പ്ലാന്റ്സുകൾ എന്തൊക്കെയുണ്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തു. പിന്നെ ഹൈ ആറ്റിറ്റ്യൂഡിൽ ഏത് പ്ലാന്റാണ് ഇങ്ങനെ വളരുന്നത് എന്നുള്ളത് നോക്കി. അതിനുശേഷം രണ്ടാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത് ചുറ്റിലും പ്രകാശം പരത്തുന്ന ഒരു പ്രോപ്പർട്ടി ഈ പറയുന്ന പ്ലാന്റിനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ രാമായണത്തിൽ നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ അതിനെ തുടർന്ന് അതിന്റെ പരീക്ഷണങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്തതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഫ്ലൂറസെൻസ് എഫക്റ്റ് ഈ പറയുന്ന മൃതസഞ്ജീവനിക്കുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് റയറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. അത് കണ്ടെത്തുന്നതും ഇത്തിരി പ്രയാസപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ആനിമൽസ്, പ്ലാന്റ്സ് ഇങ്ങനെ 2 കാറ്റഗറികളാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് മൃതസഞ്ജീവനി എന്ന് പറയുന്നത് കോഡിസെപ്സ് സൈനൻസിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അത് കോഡിസെപ്സ് സൈനൻസിസ് എന്ന് പറയുന്നത് ഇന്ന് അത് നമുക്ക് പ്ലാന്റ് കാറ്റഗറിയിലല്ല വരുന്നത്, ഒരു ഫംഗസ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഫംഗസ് മുമ്പ് ഈ ഫംഗസ് എന്ന് പറയുന്നത് ഏതിനകത്താണ് വന്നിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് കാറ്റഗറിയിലായിരുന്നു. അപ്പോൾ ഈ എങ്ങനെ ഇത് പ്ലാന്റ് കാറ്റഗറിയിൽ വരും എന്ന് ചോദിക്കുമ്പോഴത്തേന് ഇതും പ്ലാന്റും യൂക്കാരിയോട്ടാണ് ഒന്ന്. പിന്നെ അതുപോലെ സെൽ വാൾ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് പ്ലാന്റ് കാറ്റഗറി പെട്ടതായിട്ട് അന്ന് കൺസിഡർ ചെയ്യപ്പെട്ടതിന്റെ മുമ്പ് പഴയ കാലത്തൊക്കെ കൺസിഡർ ചെയ്യപ്പെട്ടതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഈ ഒരു പ്ലാന്റിനെ കിട്ടുന്ന പല ഭാഗങ്ങളും ഇപ്പൊ നമ്മൾ പല പുരാണങ്ങളും നമ്മൾ ഈ പറഞ്ഞ ഒരു നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ പറയുന്നുണ്ട്. പിന്നെ സീത എന്ന് പറയുന്നത് നമ്മുടെ അശോകവനിയില് ഉണ്ടായിരുന്നു, അശോക മരത്തിന് കീഴെ ഇരുന്നു എന്നുള്ളത്. അപ്പൊ എപ്പോഴും ഈ പറയുന്ന പല ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അത് രചിക്കപ്പെട്ട സമയത്ത് എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കൾച്ചർ, അതുപോലെ അന്നുണ്ടായിരുന്ന മരങ്ങള്, ചെടികള്, അതുപോലെ തന്നെ അതിനെ നമ്മൾ എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്നുള്ളതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പല ഇതിഹാസങ്ങളിലും അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പലതും ശരിയാന്നുള്ളത് നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന അശോകം എന്ന് പറയുമ്പോഴത്തേന് അവിടെ അശോകം മരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൃതസഞ്ജീവനിയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേന് നമ്മൾ പല സ്ഥലങ്ങളും ഇന്ത്യയിലെ ഈ പറയുന്ന ഏരിയകളൊക്കെ വിസിറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവിടെ ഈ ദ്രോണഗിരി പർവ്വതത്തിൽ ഇന്നും ഈ പറയുന്ന നമ്മുടെ കോഡിസെപ്സ് സൈനൻസിസ് എന്ന് പറയുന്ന സംഭവം വളരുന്നുണ്ട്. അതിനാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഈ ഒരു പ്ലാന്റിനുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അമരത്വമാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം അങ്ങനെ നമുക്കത് കാണാനായിട്ട് പറ്റുന്നു തോന്നുന്നില്ല. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മണന് ബോധരഹിതനെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബോധരഹിതനായ ഒരാൾക്ക് നമ്മൾ അമരത്വം നിലനിർത്തുന്ന ഒരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഒരു എനർജി ബൂസ്റ്ററോ അപ്പൊ അത്രയും നല്ല എഫക്റ്റീവായ ഒരു മെഡിസിൻ കൊടുത്തു എന്നാണ് നമുക്കതിനകത്ത് അനുമാനിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അതനുസരിച്ച് വരുമ്പോ ഈ പറയുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ കൊടുത്തു കഴിയുമ്പോഴത്തേന് അതിനുള്ള അത്രയും മെഡിസിനൽ പ്രോപ്പർട്ടി ഈ പറയുന്ന ഒരു പ്ലാന്റിന് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളത് നോക്കുമ്പോഴത്തേന് ഈ പറയുന്ന ഒരു പ്ലാന്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ അത്രയധികം പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി വരുന്നുണ്ട്, എനർജി ബൂസ്റ്റർ ആണ് ഇത്, അതുപോലെ തന്നെ ആന്റി വൈറൽ പ്രോപ്പർട്ടീസ്, അതുപോലെ ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് കാർഡിയോ പ്രൊട്ടക്റ്റീവ് എഫക്ട്, ഇങ്ങനെ പറയുന്ന പല പ്രോപ്പർട്ടിയും ഈ പറയുന്ന കോഡിസെപ്സ് സൈനൻസിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന വേറൊരു പ്ലാന്റ്സുകളെ മുമ്പ് ഈ പറയുന്ന പല പ്ലാന്റ്സിന്റെയും നമ്മൾ പറയുന്ന സഞ്ജീവനി എന്ന് പറയപ്പെട്ട പല പ്ലാന്റ്സിനും ഈ പറയുന്ന അത്രത്തോളം മെഡിസിനൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കളറ് തീനോട് സാമ്യം ഉള്ള ഒരു കളർ എന്നാണ് പറയുന്നത്.
അതുപോലെ മൃത സഞ്ജീവനിക്ക് നമുക്ക് വേറൊരു അനുമാനം കൊടുക്കാൻ പറ്റും. മൃതത്തിൽ നിന്നും നമ്മൾ അതാണ് ഫോളോ ചെയ്തത്. മൃതത്തിൽ, അതായത് ഒരു മരിച്ച ഒരു ജീവിയിൽ നിന്നും പുനർജനിക്കുന്നത്, അതും മൃത സഞ്ജീവനി എന്ന് വരാനായിട്ട് പറ്റും. അതെന്താ? അപ്പൊ ഒരു കാറ്റർ പില്ലർ ഉണ്ട്, ഒരു പ്രത്യേക ടൈപ്പ് കാറ്റർ പില്ലറിന്റെ അകത്ത് നിന്ന് ഈ പറയുന്ന സ്പോർ ഇതിനകത്ത് വീണ് കഴിയുമ്പോഴത്തേനാണ് ഈ പറയുന്ന മൃത സഞ്ജീവനി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ആ ഒരു ഫംഗസ് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് ഈ ഒരു അർത്ഥം കൂടി നമുക്ക് അതിനകത്താണ് മൃത സഞ്ജീവനി. അത് മൃതമായപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു മരിച്ച ഒരു ജീവിയിൽ നിന്നും പുനർജനിക്കുന്നത്, അങ്ങനെയുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ഈ പറയുന്ന കോർഡിസെപ്സ് സൈനൻസിസ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഫംഗസ് ആണ്. അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ അതിനെ പ്ലാന്റായി കൺസിഡർ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി പറയുന്ന ഇത് ഒരുപാട് രീതിയിൽ പല റിസർച്ചുകളും ഒരുപാട് പ്ലാന്റുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പലതരം പ്ലാന്റുകൾ എടുത്ത് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുകയും പിന്നെ അതുപോലെ സഞ്ജീവനി എന്നുള്ള പ്ലാന്റുകളാണ് മാക്സിമം നമ്മൾ സെലക്ട് ചെയ്ത് മുമ്പ് നമ്മുടെ ഉത്തരാഖണ്ഡ് ഗവൺമെന്റിന്റെ കീഴിലും ഇതിനെക്കുറിച്ചിട്ടുള്ള പല റിസർച്ചുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും അതിലൊക്കെയുള്ള പ്ലാന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു ഈ ഒരു സ്റ്റഡിയിൽ. അങ്ങനെ വന്ന് ഇപ്പം നമ്മൾ ഫൈനലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മൃത സഞ്ജീവനി എന്ന് പറയപ്പെടുന്ന ഒരു പ്ലാന്റ് ആക്ച്വലി അത് കോർഡിസെപ്സ് സൈനൻസിസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാമരാവണ യുദ്ധസമയത്ത് രാവണന്റെ പുത്രനായ മേഘനാഥന്റെ ആക്രമണത്താൽ ബാണമേറ്റ്, അതായത് അമ്പേറ്റ് മുറിവിൻ്റെ ഫലമായി ലക്ഷ്മണൻ ബോധരഹിതനായി നിലംപതിക്കുന്നുണ്ട്. ആ ലക്ഷ്മണനെ രക്ഷിക്കുവാനായിട്ടുള്ള രാമസേവകൻ ഹനുമാനോട് വൈദ്യൻ്റെ സഹായം ആവശ്യപ്പെടും. അപ്പോൾ ഹനുമാൻ വൈദ്യനെ കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെ വൈദ്യൻ പറയും മൃതസഞ്ജീവന് കൊണ്ടുവരാൻ പറയും. യഥാർത്ഥത്തിൽ ലക്ഷ്മണൻ മരിച്ചു എന്ന് പറയുന്നതിനകത്ത് കഥയില്ല, കാരണം അത് ബോധരഹിതനായതായിരിക്കാം. എന്തായാലും ജീവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി മരുത്വ മലയിൽ ഈ മൃതസഞ്ജീവൻ എടുക്കാൻ ഹനുമാൻ പോകുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് മറന്നു പോകുന്നു. അങ്ങനെ മരുത്വ മല തന്നെ, ഒരു മല തന്നെ തിരിച്ചു മൊത്തം എടുത്തുകൊണ്ട് വരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ കഥകൾ. ഞാൻ രാമായണ കഥയിലേക്ക് പോകുന്നില്ല. മൃതസഞ്ജീവന കഥ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൗതുകമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് മലയാളികൾ കൂടി ഇത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവർക്കതിന് പേറ്റൻറ്റും ഒക്കെ കിട്ടുമായിരിക്കും. തീർച്ചയായിട്ടും അവർക്ക് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഇതിലെന്താണ് പറയാനുള്ളത്, ഈ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെടുത്തി എന്താണ് പറയാനുള്ളതെന്ന് ഈ തുടർ വീഡിയോ കാണുക. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഈ രാമായണത്തിലോ ഇതിഹാസത്തിലോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ, മഹാഭാരതമായാലും ഏത് ഇതിഹാസമായാലും അതൊക്കെ ഏതെങ്കിലും സന്ദർഭവുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധം കാണും. ഏതെങ്കിലും ഒരു ത്രെഡിൽ നിന്നായിരിക്കും എല്ലാ കലകളും സാഹിത്യവും സിനിമയും എല്ലാം വരുന്ന ഒരു ത്രെഡിൽ നിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമായണത്തിൽ പറയുന്ന, വാൽമീകി രാമായണത്തിൽ പറയുന്ന മൃതസഞ്ജീവനിയെക്കുറിച്ച് വളരെ വലിയ ഗൗരവമായൊരു ഗവേഷണമാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് മാനവരാശിക്ക് വലിയൊരു വെളിച്ചം നൽകും. അത് രാമായണ മാസത്തിൽ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ പുറത്തുവിടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇത് പബ്ലിക്കിലേക്കൊരു വരുന്നത്. തീർച്ചയായിട്ടും അവരെ രണ്ടുപേരുടെയും ഗവേഷണങ്ങൾ നന്നായി നടക്കട്ടെ. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും